നിങ്ങൾ എൻ്റെ പുറകെ കാണുന്ന ഈ ബോർഡ് കണ്ടോ? അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുമാതക്കടവ് പാലം ഇറങ്ങി കണ്ടല്ലൂരോട്ട് വരുന്ന ഭാഗത്താണ് ഈ ബോർഡ് ഇരിക്കുന്നത്. ഇത് ദേവളകര പഞ്ചായത്ത് വെച്ച ബോർഡാണ്. അപ്പോൾ ഇതുപോലൊരു ബോർഡ് പാലം ഇറങ്ങി പുതുപ്പള്ളിലോട്ട് ചെല്ലുന്ന ഭാഗത്തിരിപ്പുണ്ട്. നമുക്ക് ആ ബോർഡൊന്ന് കണ്ടിട്ട് വരാം. അല്ലാണ്ട് ഈ ബോർഡ് കണ്ടോ, ഈ മറിഞ്ഞ് വീണ് കിടക്കുന്ന ബോർഡ് കണ്ടോ? ഇത് നിങ്ങൾ കൂട്ടുമാതക്കടവ് പാലം ഇറങ്ങി നിങ്ങൾ പുതുപ്പള്ളിലോട്ട് വരുമ്പോൾ കാണുന്ന ബോർഡാണ്. ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ച അതേപോലെ തന്നെ സെയിം ബോർഡാണ് കണ്ട് ഈ മറിഞ്ഞു കൊണ്ടാക്കിയത്. ഇത് കാറ്റ് കൊണ്ട് വീണതാണെന്നാണ് ചിലർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും ഇതുകൊണ്ടോ ബലമില്ലാത്ത പൈപ്പാണ്. ഇതുകൊണ്ടോ ഈ പൈപ്പ് കിടന്ന് ആടുന്ന് നോക്കി. ഇത് ഒറ്റ വിരലിൽ പിടിച്ചാൽ വരെ ഇത് ആടും. അതുപോലെ ബലമില്ലാത്ത ഒരു പൈപ്പ് ഉപയോഗിച്ചാണ് ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മറിഞ്ഞു വീണിരിക്കുന്നത്. ഇത്രയും വലിയൊരു ബോർഡ് മറിഞ്ഞു വീണിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് മറിഞ്ഞു വീണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു CCTV ക്യാമറ ഉണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. ഈ ബോർഡ് മറിഞ്ഞു വീണിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാരണം. അതേ അവിടെ CCTV ക്യാമറ ആയിരിക്കും. ഈ ബോർഡ് ഇതുവരെ ഒരാഴ്ച ഈ ബോർഡ് ഇവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു പ്രശ്നം നമ്മൾ തന്നെ വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് ഇത് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള ഓരോ വ്യക്തികളുടെ നാട്ടിലുള്ള ഓരോ പ്രശ്നങ്ങൾ അവരവർ തന്നെ വീഡിയോ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. ഈ ബോർഡ് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരാഴ്ച കൊണ്ട് ഈ ബോർഡ് ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുന്ന കാണുന്നുണ്ട്. ഞാൻ ഈ തൊട്ടടുത്തുള്ള കടക്കാരോട് തിരക്കിയപ്പോഴാണ് അവരാണ് പറഞ്ഞത് ഇത് കാറ്റത്ത് വീണതാണെന്നാണ് തോന്നുന്നത്. അവർക്കും കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഇവിടെ നല്ല കാറ്റടിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇങ്ങനെ ഈ ബലമില്ലാത്ത ഈ ഒരു പൈപ്പ് കൊണ്ടുവന്ന് എങ്ങനെ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വീഴും? ഇതിനേക്കാളും ചെറിയ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. ഈ റോഡ് പണിത സമയത്ത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡാണ്. അതിനേക്കാളും ചെറിയ ബോർഡാണ്. പക്ഷേ ഈ ബോർഡ് വെച്ചിരിക്കുന്നത് 2 പൈപ്പിലാണ്. ഇവിടെ കണ്ടോ, ഇങ്ങനെ വേണം ഈ ബോർഡ് ഇവിടെ സ്ഥാപിക്കാൻ. അല്ലാതെ ഒറ്റ പൈപ്പിൽ കൊണ്ടുവന്നും അതും ബലമില്ലാത്ത ഒരു പൈപ്പിൽ ഇതുപോലെ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡ് ഒരു കാരണവശാലും ഇവിടെ നീണ്ടു നിൽക്കില്ല. പഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് ഇവിടുത്തെ ലൈറ്റുകളും CCTV ക്യാമറകളും ഈ ബോർഡുകളൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ദേവളകര പഞ്ചായത്താണ്. അപ്പോൾ പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പരിഹാരം കഴിഞ്ഞതിന് ശേഷം ഈ ബോർഡ് ഇവിടെ നൂത്ത് വെച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. കാരണം ഇത് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പഞ്ചായത്ത് മാലിന്യം കൊണ്ട് നിക്ഷേപിക്കാൻ വേണ്ടി ഇവിടെ ഒരു സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പാലത്തിൻ്റെ അടിയിലാണ്. അതിൻ്റെ അവസ്ഥയും കൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. വാ, ഇത് കണ്ടോ, ഈ 2 സാധനങ്ങൾ 2, 1, 3 അതെ ആ പാലത്തിൻ്റെ അടിയിൽ ഒരു വലുതിരിപ്പുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ 2 എണ്ണം പണിതത് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് കണ്ടോ മാലിന്യ വിമുക്ത കേരളം ദേവളകര ഗ്രാമപഞ്ചായത്ത് കൂട്ടുമാതക്കടവ് പാലം ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2 എണ്ണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്തിനാണ് ഇവിടെ കൊണ്ടുവച്ച് ഇങ്ങനെ ഈ പോച്ച കയറി കാട് കയറി നശിക്കാൻ വേണ്ടിയിട്ടാണോ ഇതിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഈ സാധനം ആളുകൾ സഞ്ചരിക്കുന്ന ഏതെങ്കിലും റോഡ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ തന്നെ മാലിന്യങ്ങൾ കൊണ്ട് ഇതിനകത്ത് നിക്ഷേപിക്കും. അത് പിന്നെ പഞ്ചായത്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇതുവരെ ഇതിനകത്ത് മാലിന്യം നിക്ഷേപിച്ചിട്ടില്ലതേ. ഇതിവിടെ കൊണ്ടുവച്ചിട്ട് മാസങ്ങളെ ഇതിനൊക്കെ തുരുമ്പ് വീഴാൻ തുടങ്ങി. അതേ ഒരു അവസ്ഥയെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതുവരെ ഇതിനകത്ത് മാലിന്യം ആരും നിക്ഷേപിച്ചു. പക്ഷേ പോച്ച കയറി ഏകദേശം കാട് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലും ദേവളകര പഞ്ചായത്ത് ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ മെമ്പറാണെങ്കിലും പ്രസിഡൻ്റ് ആണെങ്കിലും ഇതിനൊരു പരിഹാരം കാണുമെന്ന് നമുക്ക് വിചാരിക്കാം. പരിഹാരം കാണുന്നത് വരെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക.